വന്നില്ല. ഓ അങ്ങനെയാണോ? ഏത് വാർഡിലേക്കാണ്? 7-ാം വാർഡിലേക്ക്. ഇനി ഒരു ആലോചന ഉണ്ടായിരുന്ന കാര്യം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല. ഇതിലെ എവിടോ ഒരു ഒളിച്ചുകളി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അതിന് ജോണി എന്തിനാണ് വിളിക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പല്ലേ? ആര് വേണമെങ്കിലും ഇരിക്കട്ടെ, ജോണിക്ക് ജയിച്ചാൽ പോരെ. ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ജോണി തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒഴിയാൻ ശ്രമിച്ചതാണ്. എത്രയെല്ലാം എതിർത്തിട്ടും അപ്പച്ചൻ സമ്മതിച്ചില്ല. ഞാൻ തിരഞ്ഞെടുപ്പിന് നിന്നില്ലെങ്കിൽ അപ്പച്ചൻ നാട് വിട്ട് കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ നീ എന്നെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു? പക്ഷേ ജോണിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ജോണി ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. എങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പിന്മാറിക്കൂടെ സാറാമ്മേ? ഇല്ല ജോണി, ഞാൻ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് എന്റെ അപ്പച്ചന് വേണ്ടിയാണ്. പക്ഷേ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. ജോണി എന്നെ വിവാഹം ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ജോണിയുടേത് മാത്രമായിരിക്കും. എന്നാലും നമ്മൾ നമ്മളൊന്ന് മത്സരിക്കണം, അല്ലേ സാറാമ്മേ? എന്ത് ചെയ്യാം, എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകും. സ്ത്രീയായി ജനിച്ചു പോയി പലയിടത്തും തോൽക്കാൻ നിവർത്തിയില്ല. അപ്പച്ചന്റെ മുന്നിൽ തോൽക്കാനുള്ള നിനക്ക് എന്റെ മുന്നിൽ ജയിക്കണമെന്ന് നിർബന്ധവും. ശരി, ഇന്നു മുതൽ നമ്മൾ തമ്മിൽ മത്സരിക്കാൻ പോവുകയാണ്. അതിനിടയിൽ സ്നേഹബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ആ മോതിരം ജോണിന്റെ ആത്മാവ് ചോദിച്ചാൽ പോലും ഞാൻ തരും. എന്നാൽ ഈ മോതിരം ഞാൻ തരും. എന്റെ വിരൽ ഇതൊക്കെ തന്നത് ജോണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. മത്സരിക്കുന്നത് കൊണ്ട് സ്നേഹബന്ധങ്ങൾ തകർന്നു പോകണമെന്നുണ്ടോ? ഭാര്യയും ഭർത്താവും പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ലേ? പക്ഷേ ഞാനത്ര വലിയൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും. പക്ഷേ സ്നേഹബന്ധങ്ങൾ ശാശ്വതമാണ്. ഓ, അധ്യാപികയാണല്ലോ, പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും. ജോണിന്റെ മുമ്പിൽ ഞാൻ അധ്യാപികയല്ല, ആരാധികയാണ്. ഭംഗിവാക്കൊന്നും എനിക്ക് കേൾക്കണം. എന്നെ എതിർക്കാൻ മറ്റാരും ഈ വാർഡിലില്ലായിരുന്നു. ഞാൻ പ്രാതിനിധ്യം സ്നേഹിച്ച നീ മാത്രം എന്നെ എതിർക്കാൻ മുന്നോട്ട്. ശരി, നീ എതിർത്തുകൊള്ളൂ. ജോണിക്കുഞ്ഞിനെതിരായിട്ട് നിൽക്കാൻ ആരും ഉണ്ടാവില്ലെന്നല്ലേ നിങ്ങളന്ന് പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്ന് വെച്ചാൽ ആളുകൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കുമോ? ചാടിമാപ്പിളെ ഒരു പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് നോക്കണമെന്നായിരിക്കും ആ പെണ്ണിന്റെ പറയുന്നത്. നിന്ന് തോറ്റോട്ടെ, നമുക്കെന്താ അത്ര തന്നെ. എന്നാലും അവര് പോക്കണം കിടക്കിയോ മേടിച്ചാ ഒരു നല്ല താവാട്ടി പറഞ്ഞ പെണ്ണാണേലും വേണ്ടിയില്ലായിരുന്നു. ഇത് വേലമത്തായുടെ മകൾ വേലത്തി സാറാമയോട് എന്റെ കുഞ്ഞ് മത്സരിക്കുന്നെന്ന് പറഞ്ഞ ആളുകൾ എന്തോ പറയും. അറിയുമ്പോൾ വിഷമിക്കേണ്ടാന്നേ. സാറാമ്മയെ പിൻവലിപ്പിക്കുന്ന കാര്യം ഞാനേ. ആ മത്തായിയെ വിളിച്ച് അവന്റെ മുഖത്ത് നോക്കി 4 മൊഴി വെച്ചു കൊടുത്താ അവൻ തന്നെ സാറാമ്മയെ പിൻവലിപ്പിക്കുമെന്ന് എനിക്കറിയാമല്ലോ. എന്നാലും അവൾ ഇത്ര നന്ദിയില്ലാത്തവളായി പോയല്ലോ. എന്തുമാത്രം ചോറായില്ലേ ഈ കൈകൊണ്ട് വിളമ്പി കൊടുത്തിരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല മറിയാമേ. ഇത് തെരഞ്ഞെടുപ്പാണ്. ജോണിക്കും ഇതുവരെ എവിടെയായിരുന്നു? ജോണിക്ക് എന്താ ഒരു വിഷമം പോലും. സാറിന് അസുഖം തോന്നരുത്. ഞാൻ എന്റെ നാമേഷൻ പേപ്പർ പിൻവലിക്കാൻ പോകുകയാണ്. അതെന്താ? ആരെങ്കിലും എതിരുണ്ടെങ്കിൽ ഞാൻ കൃത്യയിൽ നേരത്തെ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഞാനും സാറിനോട് പറഞ്ഞത്. എതിരെ നിൽക്കാൻ എന്റെ മോനെ കിട്ടും. അതിൽ വിശേഷിച്ച് ഒരു പെണ്ണിനോട് മത്സരിക്കാൻ എന്തൊക്കെയായാലും ഞാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പിൽ ആരും പെണ്ണുണ്ടോ ജോണി? എന്നാലും ആ വേലത്തി പെണ്ണോട് മത്സരിക്കാൻ എന്റെ മോനെ കിട്ടുകയല്ല. അവർ നിങ്ങൾക്ക് മതം സ്വീകരിച്ചിട്ടും ഇതാണ് പറയുന്നത്. മതം മാറിയാലും അവൾ ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ തന്നെ. അക്കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പെണ്ണിനോട് മത്സരിക്കാൻ എന്നെ പ്രതീക്ഷിക്കണം. ജോണിക്ക് ജയിച്ചാൽ പോലെ ജോണി. അങ്ങനെ എനിക്ക് ജയിക്കണം. ഞാൻ പിന്മാറാൻ പോവുകയാണ്. അത് മതിയിടാമാണ്. നീ കൊടുത്താൽ കടലാസ് നീ വാങ്ങിച്ചോളൂ. ഇപ്പൊ തന്നെ എന്ന് കഴിച്ചുള്ള പോലെ. അപ്പൊ സാറാമ്മയ്ക്ക് എതിരെ കാണുകയില്ല. നിങ്ങളൊക്കെ പറയുന്ന ആയിക്കോട്ടെ, എനിക്കെന്താ. അയ്യോ അവക്കിടങ്ങനെ അവളെല്ലാം നമ്മുടെ മുകളിലോട്ട് പോകണം. ജോണി പിന്മാറിയ എന്താ ചെയ്യാ? അവളെ മാറ്റാൻ അങ്കോടിച്ചിട്ടല്ലേ പറഞ്ഞത്. അത് തന്നെ ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് പഠിക്കാൻ തുടങ്ങിയാലോ? വേണ്ട, സാറാമ്മയെ പിന്മാറ്റാൻ വേണ്ടി നിങ്ങൾ ആരും ശ്രമിക്കണം. നീ ഒന്നും ഉണ്ടാകുന്ന നിലനിർത്താം. അന്തരത്തിൽ നിന്ന് പോയി ചോദിച്ചാൽ ചട്ടന്ന് വേണം. അപ്പൊ ചില്ലറയൊന്നുമില്ല. ഒരു വഴിക്ക് പോവുമല്ലയോ? ഒരു 5 രൂപ കൊടുത്താൽ എന്താ നോക്കുന്നത്? ഒരു 5 രൂപ കൊടുക്കാൻ. 5 രൂപ ഈ സമയം പോകുന്നത് ഇവിടെ വന്നാലേ.
നിങ്ങൾ ഉടനെയില്ലേ? ഞാൻ അവിടെ പോയി മത്തായിയുടെ വീട് എവിടെ അപ്പോ അവിടെ പോകുന്നതെല്ലാം കൊള്ളാം. ഞാൻ അവിടെ വന്നിട്ട് എടുത്തോണ്ട് വരാനൊന്നും എന്നെ കൊണ്ടാകില്ല. അപ്പച്ചി ഇല്ലല്ലോ. എവിടെ പോയി? തോന്നിയെടുത്ത് തോമസ് മുതലാളിയുടെ വീട്ടിൽ പോയിരിക്കാം. എപ്പോഴാ വരുന്നേ? അറിയില്ല. വീട്ടിൽ നിൽക്കാതെ ഇങ്ങനെ തോന്നിയിടത്തൊക്കെ കറങ്ങി നടക്കുക അല്ലയോ? ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. ശരി പോവാം. എല്ലാ തവണയും തൊമ്മച്ചൻ പ്രസിഡന്റ് ആകുന്നു എന്നല്ലേ പരാതി. ഇത്തവണ ഞാൻ നിൽക്കുന്നില്ല. ആര് വേണമെങ്കിലും ഭരിക്കട്ടെ. ഇത്ര നാളും മുതലാളി തന്നെയല്ലേ ഭരിക്കരുത്. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാകാനാ? ഒന്നും ഉണ്ടായില്ല. അതല്ലേ നമ്മുടെ എതിരാളികളും പറയുന്നത്. തോമാച്ചൻ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നിട്ടും പഞ്ചായത്തിനൊന്നും ചെയ്തില്ല പോലും. എനിക്ക് മനസ്സിലായിട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ ഓത്തിനൊന്നും പ്രസിഡന്റ് ആയതല്ല. നല്ല ശരിക്കും പണം ചെലവാക്കി തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. എനിക്ക് തോന്നിയതുപോലെ ചട്ടി എന്റെ അപ്പന് വായിച്ചത്. ഞാൻ എങ്ങനെ അറിയാനാ? മരിച്ചിട്ട് 10-9 കൊല്ലം ആയില്ലേ. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ച് കാലമല്ലേ ആയത്. എന്നാൽ ഭാര്യയുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. എന്റെ അപ്പൻ ഒരു 1-ാം തരം ചട്ടപ്പിയായി. എങ്ങോട്ടാ മാർക്കറ്റ് കേട്ടായി ചോദിച്ചാൽ എനിക്ക് തോന്നിയിടത്തേക്കാടാ എന്നാ മറുപടി. അങ്ങനെയാ ഈ കുടുംബത്തിന് തോന്നിയിടത്ത് പേര് കിട്ടിയത്. അങ്ങനത്തെ അപ്പന്റെ മകനാ ഞാൻ. എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. ഏതായാലും ഈ പ്രാവശ്യം ഈ കുറ്റം പറയുന്നവരെല്ലാരും കൂടി ഭരിക്കുന്നതെന്ന് കാണണം. അതെങ്ങനെ ഭരിക്കും? അതുപോലെ ഈ പഞ്ചായത്തിന്റെ കാര്യം. 8 വാർഡ് 10 മെമ്പർ. ആന്തരികമായിട്ട് ചുഴിഞ്ഞു നോക്കി 10 പേരും ആരാ? 10 വേഷത്തിൽ നിൽക്കുന്നത് മാത്രം. എല്ലാവരും കൂടി ജയിച്ചു വന്നാൽ പഞ്ചായത്ത് പറഞ്ഞ പിന്നെ തോമാറ്റം പറയുന്ന പോലെ നടക്കും. ജയ് എല്ലാ വാർഡിലും ചെയ്യും. എന്താ വാർഡിൽ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. എല്ലാ വാർഡുകളിലും തോമാറ്റിന്റെ ആളും അർത്ഥമുള്ളപ്പോൾ ഇത് ജയിക്കാൻ അവിടെ പോരാ. അങ്ങനെ പറയുവായില്ലേ? അതാരാണ് വരുന്നത്? ആ അങ്കൂണി പ്രിയക്കുമാരി നമ്മുടെ എതിർപാർട്ടിയാണ്. നമസ്കാരം. എന്താ 2 പേരും കൂടി? ഞങ്ങള് മത്തായിയച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. തെരഞ്ഞെടുപ്പിനെ പറ്റി വല്ലതും പറയാനാണോ? എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്താ മത്തായി ചേട്ടാ? അതെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. മത്തായിയച്ഛന്റെ മകള് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു കേട്ടിട്ടുണ്ടോ? എന്താ നിൽക്കാൻ പാടില്ലേ? അല്ല, നിൽക്കുന്നതുകൊണ്ട് തിരക്കേടില്ല. പക്ഷെ ഇരുന്ന് പോകുന്നത് മാത്രം. എന്ന് വെച്ചാൽ കെട്ടി വെച്ചത് കിട്ടുന്നില്ല, അത്ര തന്നെ. എന്താണ് പറഞ്ഞു? ആരെങ്കിലും പറയണോ തോമച്ച? പക്ഷെ ജോണിക്കുഞ്ഞിനെതിരായിട്ടാ സാറാമത് നിൽക്കുന്നത്. ഇടോ അന്തോണി മാപ്പിളെ, വിവരദോഷം പറയരുത്. താരാമൻ നിൽക്കുന്നതല്ല, നിർത്തുന്നതാണ്. പേര് താരാമനാണെങ്കിലും ആള് തോമാച്ചാൻ. അത് വല്ലതും തനിക്ക് അറിയാമോ? ഇത് നേരാണോ തോമച്ച? ഞങ്ങൾ നേരത്തെ ഒന്ന് ചോദിച്ചപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തോമാച്ചന് ഒരു ബന്ധമില്ലെന്നല്ലയോ ഞങ്ങളോട് പറഞ്ഞത്? അന്ന് അങ്ങനെ തോന്നി, ഇന്നിങ്ങനെ തോന്നി. ഏതായാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു തോമാച്ചൻ. തോമാച്ചനെ എതിർത്തിട്ടല്ല ഞങ്ങൾ ജോണിക്കുഞ്ഞാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. ജോണിയോട് എനിക്ക് ഇപ്പോഴും എതിരൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ഒരു 10,000 or 1,000 കൊടുത്തേക്കാവുന്ന ആ കൊച്ചിനോട് പറ. അവൻ പിന്മാറുന്നതാണ് അവന് നല്ലത്. അത് നടക്കുള്ള കാര്യമല്ല തോമച്ച. മത്തായിച്ചൻ എന്ന് പറയും. എല്ലാം മുതലാളിയോട് ചോദിച്ചാൽ മതി. ഓഹോ, അപ്പോഴങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. നമുക്ക് പോവാൻ കഴിയാ. പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇങ്ങോട്ടൊന്നും വന്നേക്കും. വരുന്നവന്റെ ലീവർ ഞാൻ തന്നേക്കും. ബ്യൂറോക്രസിയിൽ ലേഡീസിനും സ്റ്റാൻഡ് ചെയ്യും. മത്തായി ചേട്ടന്റെ മകൻ എലക്ഷൻ സ്റ്റാൻഡ് ചെയ്യും. ഇത്തവണ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സാറാമൻ. നിങ്ങളുടെ ജോണിയെ ഞാൻ കച്ചി തപ്പിക്കില്ലെന്ന് പറഞ്ഞു. ഞാനും അവർക്ക് വാശി. നമ്മൾ തമ്മിൽ വാശി വേണോ തോമച്ച? വേണമടോ, വേണം. പൊയ്ക്കോ. ഞാൻ പറഞ്ഞു പോകാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാശിക്കും വഴക്കിന് പോകുന്നത്? ആ ജോണിക്കുഞ്ഞ് നിൽക്കട്ടെ. ഇനി
അവനുള്ള തുള്ളി കൊണ്ടുവന്ന് വോട്ട് ചെയ്തു. വേണമെങ്കിൽ 10,000 10,000 ചെലവാക്കാൻ എനിക്ക് മടിയില്ല. മത്തായി ചേട്ടന്റെ മകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം. അതേ എനിക്ക് പറയാനുള്ളൂ. നേർച്ചയൊന്നും അല്ല അറിയാം. തോന്നിയേട്ടന് ഇതുവരെ പ്രസിഡന്റ് സ്ഥാനം തരുന്നുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ ശരിയാക്കിയതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനിയൊക്കെ തെരഞ്ഞെടുപ്പ് നിന്നാൽ എന്തൊക്കെയായാലും അയാൾ ജയിക്കില്ലെന്ന് ഉറപ്പാണ്. എന്നാലും പുതുതായി വരുന്ന പഞ്ചായത്ത് കമ്മിറ്റി അയാളെ ചൊൽപ്പടിക്ക് തന്നെ നിൽക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. അതല്ലേ ഓരോ വാർഡിലും അയാളുടെ തുണിയാളെ തന്നെ നിർത്തിയിരിക്കുന്നത്. അവരൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി എത്രായിരം രൂപ വേണമെങ്കിൽ അയാൾ മുടക്കേണ്ടി. അപ്പൊ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് തോന്നിയാലും തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് എതിർക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ധർമ്മസമരമാണെന്ന് അറിയാം. എതിർക്കണമെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ സാറേ? പണച്ചെലവില്ലേ? തോന്നിയാലും പണക്കാരനാണ്. പിന്നെ നമ്മൾ എന്നാ തെണ്ടികളാണ്. വേണ്ടി വന്നാൽ നമ്മളും പണം മുടക്കും. വാശിക്ക് വാശി അല്ലേ അന്തോണിച്ച? അത്ര തന്നെ പണം പിടിച്ചാൽ കയറി പിടിച്ചേക്കണം. ഞാൻ പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ്. എടാ നീ ഒന്നും പറയണ്ട. അറിയാമേ. മനസ്സിറങ്ങിയ പിന്നെ വിളിച്ചു കാണും. ഞാൻ മുടക്കാൻ തോന്നിച്ച എവളെന്തോന്നായി പറയുന്നത്? അല്ല, മകളെ പിൻവലിക്കുകയാണെങ്കിലേ മത്തായിക്ക് വല്ലതും 900 രൂപ കൊടുക്കാൻ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ ബുദ്ധിമുട്ടാതിരിക്കുന്നതാണ് നല്ലത്. നിന്നോട് ആരെങ്കിലും ഇപ്പൊ ചോദിച്ചു, നീ അവിടെ മിണ്ടായിരുന്നോ? പക്ഷേ കൈക്കൂലി കൊടുത്ത് കാര്യം കാണുന്നത് നല്ലതല്ല അറിയാം. നമ്മുടെ ധർമ്മസമരമാണ്. സാറിന്റെ ഈ ഏഴാം ഒക്കെ കളഞ്ഞിട്ട് രൂപ കൊണ്ട് കൊടുക്കാമോ? അവൻ 100 വട്ടം സമ്മതിക്കും. അപ്പൊ ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിക്കും. മത്സരിക്കാൻ വന്നാൽ അറിയാതെ എങ്ങനെ മാറി കൊടുക്കാൻ പറ്റില്ല. ശരി, ഇതാ വരുന്ന സാറേ. ഇനി രക്ഷയില്ല സാർ. അവർക്ക് വാശി കയറും. ഇനി അവൾ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാലും അവള് കഥ നിൽക്കുന്നുള്ളൂ. എന്നായാലും ശ്രമിച്ചു നോക്കാം. രൂപ വാങ്ങിച്ചുകൊണ്ട് അവളെ മാറ്റി കിട്ടിയാൽ ഒരു മത്സരമാണ് കിട്ടുമല്ലോ. സാറാമ്മയെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ എന്ത് തോന്നുന്നു ജോണി? ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. സാർ പോയിട്ട് വരണം. സാറേ 300 രൂപ ഇല്ല. വെട്ടി 300 രൂപ എടുത്തിട്ടുണ്ടേ. എടുത്തില്ല, പിന്നെ ചോദിക്കാൻ എന്തിനാ? നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് എനിക്ക് എടുത്തത്. എടുത്തോ ഞാനൊന്നും പറയുന്നില്ല. അപ്പോ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. എന്റെ കർത്താവേ, ഇതൊന്നും സാധിച്ചു തരണേ.